നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പിന്റോ ഫ്രെഡറിക്. ഇന്ന് കേരളത്തിൽ വളരെ വലിയ രാഷ്ട്രീയവും നിയമപരവും സാമൂഹികവുമായ ചർച്ചയ്ക്ക് കാരണമായ തളിപ്പറമ്പിലെ 634 ഏക്കർ വഖഫ് ഭൂമി വിവാദത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതസംഘടനയുടെയും സമുദായത്തിന്റെയും പക്ഷം പിടിക്കുന്നില്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ നോക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. രേഖകൾ എന്താണ് പറയുന്നത്, നിയമം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്, കോടതികൾ എന്താണ് സാധാരണ പരിശോധിക്കാൻ സാധ്യതയുള്ളത്. കാരണം ഇന്നത്തെ സാമൂഹിക മാധ്യമ കാലഘട്ടത്തിൽ പലരും ഒരു തെറ്റിദ്ധാരണയിലാണ്. ആരെങ്കിലും ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അത് സത്യമാണെന്ന് എല്ലാവരും പെട്ടെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ കോടതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. കോടതിയിൽ തെളിവുകൾക്കും രേഖകൾക്കുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിനാൽ നമുക്ക് ഈ വിഷയം തുടക്കം മുതലൊന്ന് അപഗ്രഥിച്ച് പരിശോധിച്ച് നോക്കാം. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം തളിപ്പറമ്പ് മേഖലയിലെ ഏകദേശം 634 ഏക്കർ ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിൽ വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ വ്യക്തികളുടെ ഭൂമികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുവെന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് കേൾക്കുന്ന സാധാരണ മനുഷ്യർ സ്വാഭാവികമായും ഒന്ന് ഭയപ്പെടും. എൻ്റെ ഭൂമിയും ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ? നാളെ ആരെങ്കിലും വന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ചതുകൊണ്ട് ഭൂമി നഷ്ടമാകുമോ? ഇവയെല്ലാം ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് നിയമപരമായ ഉത്തരം നൽകുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യമാക്കുന്നത്. ഇത് തുടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. നമ്മൾ പലരും വഖഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനെല്ലാം മുമ്പ് ഈ വഖഫിലേക്ക് അവകാശപ്പെടുന്ന ഈ ഭൂമിയുടെ തരത്തെക്കുറിച്ചോ ഈ ഭൂമി വന്ന വഴികളെക്കുറിച്ചോ നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മൾ പ്രധാനമായും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തളിപ്പറമ്പിലെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ മലബാറിലെ ഭൂവ്യവസ്ഥ, പണ്ട് ഉണ്ടായിരുന്ന ഒരു ഭൂവ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മളാരും സംസാരിച്ച് കാണുന്നില്ല. മലബാറിലെ ഭൂവ്യവസ്ഥ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്ന് ഒരു ഭൂമി കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക, ഒരു ഉടമയുണ്ടാവും ആ ഭൂമിക്ക്. അതാണ് അത് ആ ഭൂമിയുടെ കൈവശാവകാശി. അത്രയും നമ്മൾ ചിന്തിക്കും ബേസിക്കലി. പക്ഷേ ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഭൂമിക്ക് ഒരു 3-4 തരം അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ആ ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ജന്മി. പിന്നെ കാണാവകാശം ഉള്ള ഒരു ഇടനിലക്കാരൻ. പിന്നെ അയാളിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന ഒരു പാട്ടക്കാരൻ. പിന്നെ ഏറ്റവും അടിത്തട്ടിലുണ്ടാകുന്ന കൃഷിക്കാരൻ. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഭൂമി കൈവശം വെച്ചിരുന്ന ആളും യഥാർത്ഥ ഉടമയും പലപ്പോഴും ഒരാളായിരുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ നമുക്ക് തളിപ്പറമ്പിലുള്ള ഇപ്പോഴത്തെ ഈ വഖഫ് വിഷയത്തിലേക്ക് ഒരു ഇറങ്ങിച്ചെല്ലൽ നടത്തി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊന്നും ആര് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭൂമിയുടെ തരങ്ങളെക്കുറിച്ചും ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന ഭൂവ്യവസ്ഥയെ കുറിച്ചുമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളും, നമ്മളെ വീടിന്റെ ആധാരങ്ങളായാലും വീടിന്റെ നമ്മളെ കൈവശത്തുള്ള ഭൂമിയായാലും എല്ലാം രജിസ്റ്റർ ചെയ്ത രേഖകളാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഒരു ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ വാക്കാൽ ചാർത്ത്, വാക്കാൽ കുഴിക്കാണ് അവകാശം, വാക്കാൽ പാട്ടം എന്നിവയെല്ലാം വളരെ സാധാരണമായിരുന്നു പല സ്ഥലങ്ങളിലും. ഒരു ജന്മി സാധാരണ പറയും, ഈ ഭൂമി നീ ഉപയോഗിച്ചോളും, വർഷം തോറും പാട്ടം തന്നാൽ മതി. അതിന് ഒരു എഴുത്ത് കുത്തുകളോ ഒരു രേഖയാക്കി വെക്കുന്ന പാരമ്പര്യമൊന്നും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നില്ല. പല സ്ഥലങ്ങളിലും അങ്ങനെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുള്ള തലമുറകൾ കടന്നു പോയിട്ടുണ്ടാവും ജന്മിമാരെ. ജന്മി കുടുംബങ്ങൾ പരുമക്കത്തായ സമ്പ്രദായത്തിന്റെ ഭാഗമായി വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ടാവും. ചില ജന്മി കുടുംബങ്ങളിലുള്ള ആളുകൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോയിട്ടുണ്ടാവും, ചിലർ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ, ചില ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് തന്നെ കുടിയേറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ പല കുടുംബങ്ങൾക്കും തങ്ങളുടെ പഴയ ഭൂമിയുടെ കൃത്യമായ വിവരങ്ങൾ നഷ്ടപ്പെട്ടു. അതായത്
എൻ്റെ തറവാടിനൊരു 400-500 ഏക്കർ ജന്മിയായിരുന്നു എന്ന് പറയുന്നതല്ലാതെ ആ ഭൂമി എവിടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ, അത് എവിടെയാണെന്നോ നേരിട്ടറിവ് ഒരു ജന്മിക്കോ ജന്മിയുടെ താഴെയിലുള്ള ആളുകൾക്കോ ഉണ്ടായി കൂടണം എന്നില്ല. അതൊരു ചരിത്ര സത്യം തന്നെയാണ്. നമ്മൾ പല കേസുകളും, സിവിൽ കേസുകളിലും പട്ടയത്തിന്റെ കേസുകളിലൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ പലപ്പോഴും ജന്മിമാർക്ക് അവരുടെ സ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ പറ്റാറില്ല. ഇതിനിടയിൽ നമ്മൾ വേറൊരു വ്യക്തമായൊരു നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് ഭൂപരിഷ്കരണ നിയമമാണ്. ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂമിയുടെ വിതരണത്തിന്റെയും കൈവശത്തിലും വന്ന ഒരു സുപ്രധാന മാറ്റം വരുത്തിയ ഒരു നിയമമാണ് ഭൂപരിഷ്കരണ നിയമം. ആ നിയമത്തിന്റെ ലക്ഷ്യം തന്നെ ഭൂമി കൃഷി ചെയ്യുന്നവന് ലഭ്യമാക്കുക എന്നതായിരുന്നു. അപ്പോൾ ആ ഒരു സമ്പ്രദായം വന്നപ്പോൾ പല പാട്ടത്തിന് സ്ഥലം കൈവശം വെച്ചിരുന്ന ഈ ജന്മിയുടെ താഴെ ഉണ്ടായിരുന്ന കാനം, കുഴിക്കാണാവകാശം, പാട്ടക്കരാറ് തുടങ്ങിയ രീതിയിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരും കുടികിടപ്പുകാരായിരുന്ന കർഷകർക്കും ഈ ഭൂമിയിലേക്കുള്ള ഉടമസ്ഥാവകാശം ലഭ്യമായി. ലാൻഡ് ട്രൈബ്യൂണൽ വഴി, അതിന്റെ പ്രൊസീഡിങ്സ് വഴി പലർക്കും പർച്ചേസ് സർട്ടിഫിക്കറ്റ്, പട്ടയം ലഭ്യമായി. പക്ഷെ അതിലൊരു സുപ്രധാനമായ വേറൊരു കാര്യം കൂടിയുണ്ട്. പലരും കരുതുന്നത് പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ പട്ടയം കിട്ടി എന്നതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ലഭ്യമായി എന്ന് പലരും കരുതുന്നുണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല. പട്ടയം എന്നത് ഒരു അവസാന വാക്കല്ല. പട്ടയം ലഭ്യമാക്കിയ രീതി ലാൻഡ് ട്രൈബ്യൂണൽ വഴി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ വെട്ടിപ്പുകളോ തെറ്റിദ്ധരജനകമായ രീതിയിലുള്ള നടപടിക്രമങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടയം റദ്ദാക്കാനുള്ള അനുമതിയും അവകാശവും കോടതിയിൽ നിക്ഷിപ്തമാണ്. അതുപോലെ നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട്, നികുതി റസീറ്റ്. നമ്മൾ സ്വന്തം പേരിൽ നികുതി വെച്ച് വരുന്ന ഭൂമിയാണ്, അത് നമുക്ക് ആ സ്ഥലത്തിന്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശത്തിനുള്ള ശക്തമായൊരു രേഖയാണ്. അതും ശരിയല്ല. കാരണം നികുതി വെച്ച് വരുന്നു എന്നുള്ളത് ആ ഭൂമി തൻ്റെ കയ്യിലാണ് എന്ന് പറയാനുള്ള ഒരു രേഖ മാത്രമേ ആവുന്നുള്ളൂ. അപ്പോ നികുതി അടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം എന്നതാണെന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോ ഏകദേശം ഒന്ന് മനസ്സിൽ കണ്ടുവെച്ചോളൂ. ഇതൊക്കെയാണ് ആ ഭൂമിയിലെ തരങ്ങളും ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളും. ഇനി നമുക്ക് ഈ വഖഫിലേക്ക് വരാം. വഖഫിലേക്ക് വരുമ്പോൾ പലരും കരുതുന്നത് ഈ ജമാഅത്ത് കമ്മിറ്റികളെ കയ്യിലും മദ്രസ കമ്മിറ്റികൾ, പിന്നെ മുസ്ലിം സ്ഥാപനങ്ങൾ, ഇവരുടെയൊക്കെ കയ്യിലുള്ള എല്ലാ ഭൂമിയും വഖഫാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ജമാഅത്തിനും ഈ മുസ്ലിം സ്ഥാപനങ്ങൾക്കും ഭൂമി ലഭിക്കാൻ പല വഴികളും ഉണ്ട്. അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാം, ദാനായിട്ട് കിട്ടാം. അതായത് ഒരു ജമാഅത്ത് കമ്മിറ്റിക്ക് ദാനായിട്ട് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരാൾക്ക് ദാനം കൊടുക്കാം. അവർക്ക് പാട്ടം വഴി കൊടുക്കാം, ലൈസൻസ് ലീസ്ഡ് ആയിട്ട് അവർക്ക് സ്ഥലം കിട്ടാം, പിന്നെ വഖഫായിട്ട് കിട്ടാം. അതുകൊണ്ട് ഒരു ജമാഅത്ത് കമ്മിറ്റിയുടെ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം ആ ഭൂമിയെ നമുക്ക് വഖഫാണെന്ന് തെളിയിക്കാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് നമ്മളെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തളിപ്പറമ്പിലെ വഖഫ് വിഷയത്തിലേക്ക് വരാം. ഇവിടെ രണ്ട് വാദങ്ങളാണ് വരുന്നത് പ്രധാനമായിട്ട്. ഒരു വശത്ത് പറയുന്നു ഈ ഭൂമി തളിപ്പറമ്പ് ജമാഅത്ത് കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള വഖഫ് ഭൂമിയാണ്. മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട് അല്ല, ഇത് നരിക്കാട്ട് ഇല്ലത്തിന്റെ ജന്മാവകാശമുള്ള ഒരു ഭൂമിയാണ്. മറുവശത്ത് പറയുന്നത് ഇത് ജമാഅത്തിന്റെയും വഖഫിന്റെയും ഭൂമിയാണ്. ഈ ആരുടെ വാദവും ഞാനിപ്പോൾ സ്വീകരിക്കുന്നില്ല. കാരണം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ നോക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനമായ രേഖകൾ ഇവർ ആരുടെയെങ്കിലും മുമ്പിൽ കാണിച്ചിട്ടുണ്ടോ, ഈ രേഖകൾ വെച്ച് ഇവരിത് സമർത്ഥിച്ചിട്ടുണ്ടോ എന്നതാണ്. അതായത് വഖഫാണെങ്കിൽ വഖഫായി ഡെഡിക്കേറ്റ് ചെയ്ത, വഖഫ് ചെയ്തതിനുള്ള രേഖ ജമാഅത്തിന്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ വഖഫ് ബോർഡിലേക്ക് വഖഫായി രജിസ്റ്റർ ചെയ്ത കൃത്യമായ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഇവർ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ. ഇപ്പോ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ
ചർച്ചകളും തർക്കങ്ങളും തുടങ്ങുന്നത് നമുക്കറിയാം മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ സർ സയ്യിദ് കോളേജിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ സർ സയ്യിദ് കോളേജിനാണ് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു പ്രശ്നം നേരിടുന്നത്. സർ സയ്യിദ് കോളേജിന്റെ 22.19 ഏക്കർ സ്ഥലം തളിപ്പറമ്പ് ജമാഅത്ത് കമ്മിറ്റിയുടേതായിരുന്നു. അവരത് 99 വർഷത്തെ ലീസിന് കോളേജിന് വിട്ടുകൊടുക്കുന്നു. ഒരു സമയമായപ്പോൾ കോളേജിന് അവരുടെ ഭൂമിയാണ് എന്ന് കാണിക്കേണ്ട കോളേജ് അഫിലിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം വന്നപ്പോൾ അവര് ബേസിക് ലാൻഡ് റെസിപ്റ്റ്, ടാക്സ് റെസിപ്റ്റിൽ അവരുടെ സ്വന്തം പേരിൽ നികുതി അടക്കാൻ വേണ്ടി മ്യൂട്ടേഷൻ തന്റെ പേര് ജമാഅത്ത് കമ്മിറ്റി എന്ന കൈവശം എന്നത് മാറ്റി മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ പേരിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. അത് നടന്നില്ല. അപ്പൊ അതിലേക്കായി അവർ കോടതിയെ സമീപിച്ചു. ആ ഒരു അവസ്ഥയിലാണ് ചിലർ ചേർന്ന് ഈ ഒരു മുസ്ലിം വഖഫ് സംരക്ഷണ കമ്മിറ്റി ഉണ്ടാക്കുന്നതും മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷനെതിരെ തിരിയുന്നതും വഖഫ് ബോർഡിൽ പരാതിയുമായി പോകുന്നു. അതായത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കയ്യിലുള്ള ഈ 19.12 ഏക്കർ സ്ഥലം 22.19 ഏക്കർ സ്ഥലം യഥാർത്ഥത്തിൽ വഖഫാണ്. അത് കോളേജിന് 99 വർഷത്തെ ലീസിന് കൊടുക്കാനേ പാടില്ല. കൊടുത്താൽ തന്നെ അത് തിരിച്ചെടുക്കണം, അത് സംരക്ഷിക്കപ്പെടണം. അവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വഖഫിന്റെ അംഗീകാരം വേണം. അതൊരു വിഷയമായി വന്നപ്പോൾ കോടതിയിലേക്ക് എത്തുന്നു, വഖഫ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ എത്തുന്നു. അവിടെ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. ആ അഫിഡവിറ്റിൽ പറയുന്നുണ്ട് ഇത് ഉടമസ്ഥാവകാശം ഉള്ളത് നരിക്കാട്ടേരി ഇല്ലത്തിനാണ്. അപ്പോ ജമാഅത്ത് വെറും ഒരു പാട്ടക്കാരൻ മാത്രമാണ്. അപ്പൊ അവർക്ക് ഇത് വഖഫ് എന്ന രീതിയിൽ കണക്കുകൂട്ടി വഖഫ് ബോർഡിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുകയില്ല. പക്ഷെ പിന്നീട് ഒരു രാഷ്ട്രീയമായ ഒരു എതിരഭിപ്രായം വരുമ്പോൾ അവര് ആ കൊടുത്ത അഫിഡവിറ്റ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, തിരുത്തിയിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് നരിക്കാട്ടേരി ഇല്ലത്തിന്റെ ജന്മമായിരുന്ന ഭൂമിയാണ് ജമാഅത്ത് കമ്മിറ്റിയുടെ കയ്യിലുള്ളതെന്നും അതാണ് ഇപ്പോൾ വഖഫ് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോ ഇത്രയും സമയം ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ അകത്തുപെട്ട് മാത്രമാണ്. പക്ഷെ അതിലേക്ക് വഖഫ് ബോർഡ് വന്നു കഴിയുമ്പോൾ തളിപ്പറമ്പിൽ എന്ത് സംഭവിച്ചു? അവരൊരു അന്വേഷണം നടത്തി. അപ്പൊ ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് എവിടെയൊക്കെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, തളിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് സ്ഥലം പോയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ രേഖകളുമായി പരാതികളുമായി വഖഫിനെ സമീപിച്ചു. അങ്ങനെയാണ് കോപ്പാലം, മന്ന, മുനിസിപ്പാലിറ്റി ബിൽഡിങ്, തളിപ്പറമ്പിലെ കണ്ണായ പല സ്ഥലങ്ങളും ജമാഅത്തിന്റെയും വഖഫിന്റെയും കയ്യിലാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ച ഉരുതിരിഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജന്മാവകാശം അതെങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ പട്ടയത്തിലേക്കൊക്കെ എത്തുന്നത്. ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പാട്ടക്കരാർ പ്രകാരം ജമാഅത്ത് കമ്മിറ്റിയിലേക്ക് അത്രയും അധികം സ്ഥലം, ജന്മിയായ നരിക്കാട്ട് ഇല്ലത്തിന്റെ ജന്മിത്വത്തിലുള്ള ഭൂമി ഒരു കാലഘട്ടത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാവാം. ആ വന്നു ചേർന്ന ഭൂമി വഖഫാവുന്നില്ല. കാരണം പൂർണ്ണമായ അവകാശം, ക്രയവിക്രയ സ്വാതന്ത്ര്യവും അവകാശവുമുള്ള ഭൂമി മാത്രമേ വഖഫ് ചെയ്യാൻ ഇസ്ലാമിക വിശ്വാസപ്രകാരം ശരീഅത്ത് പ്രകാരവും സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനമായി ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ വഖഫ് എന്ന രീതിയിൽ ആ ഭൂമിയുടെ മുകളിൽ ഒരു ഉറച്ച ഒരു അവകാശവാദം ഉന്നയിക്കാൻ വഖഫ് ബോർഡിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ 2025 വന്നിരിക്കുന്ന വഖഫ് പരിഷ്കരണ നിയമപ്രകാരം കൃത്യമായി പറയുന്നുണ്ട് നിയമാനുസൃത ഉടമയ്ക്ക് മാത്രമേ വഖഫ് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് മുഴുവൻ വിവാദത്തിന്റെയും കേന്ദ്രം. കാരണം ഈ കോടതി ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതൊരു വിവാദമാകുമ്പോൾ ഈ ഭൂമി ആരുടേതാണ് എന്ന ചോദ്യമാണ്. അപ്പോ
ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വളരെ വിവാദമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരിഷ്കരിച്ച 2025 വഖഫ് നിയമപ്രകാരം ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഒരു കേന്ദ്ര സർക്കാരിന്റെ നടപടിക്രമമാണ്. ആ ഉമ്മീദ് പോർട്ടലിൽ ഭൂമിയുടെ വിവരങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് ഭൂമി വഖഫായി മാറും എന്ന വിശ്വാസം ശരിയല്ല. ഉമ്മീദ് ഒരു ഡിജിറ്റൽ രജിസ്ട്രേഷൻ സംവിധാനമാണ്. അത് ഒരു ഉടമസ്ഥാവകാശ രേഖയല്ല, അതൊരു കോടതിയുടെ തീർപ്പുമല്ല, അത് ഒരു ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ആർക്കും അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് തളിപ്പറമ്പിൽ ഇപ്പം നടക്കുന്ന ഒരു വിവാദ തർക്കം വഖഫാണോ, വഖഫ് കൊണ്ടുപോകുമോ എന്നുള്ളത് ഒരു മതപരമായ ഒരു വിവാദവുമല്ല, ഒരു രാഷ്ട്രീയ വിവാദവുമല്ല. അടിസ്ഥാനപരമായി സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം അടിസ്ഥാനപരമായി അതിന്റെ അടിയാധാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരാണ് ഉടമ, എങ്ങനെ ഉടമയായി, ഏത് രേഖപ്രകാരം ഉടമയായി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അന്തിമമായി ഒരു നിഗമനത്തിലെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു കൃത്യമായ നിലപാട് ഞാൻ ഇതിൽ ലളിതമായിട്ട് പറയാം. ജനങ്ങൾ ആരും തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അതേസമയം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളാരും നിർത്തുകയും ചെയ്യരുത്. എല്ലാ അധികാരികളുടെ അടുത്തും ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ അടുത്തും കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാനും ജനങ്ങളുടെ ഭയം ദൂരീകരിക്കുവാനുമുള്ള ശ്രമഫലങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെ അഭ്യർത്ഥിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ രേഖകൾ പ്രകാരമാണ് ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പുറത്തു വരികയും ചെയ്യണം. അവസാനം ഇതിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം വരുമ്പോൾ നമുക്ക് കൃത്യമായി, എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ തെളിയാൻ പോകുന്നത് വേറൊന്നുമല്ല, നരിക്കാട്ടേരി ഇല്ലത്തിന്റെ ജന്മത്തിലുണ്ടായിരുന്ന സ്ഥലം ഒരു കാലഘട്ടത്തിൽ പാട്ടക്കരാറോ കൈവശം പ്രകാരമോ അത് മുസ്ലിം ജമാഅത്തിലേക്ക് ഒരാള്, ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും, ആ കാലഘട്ടത്തിലെ ഒരു പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തി വഴി അത് ജമാഅത്തിലേക്ക് എത്തി. ജമാഅത്തിലുള്ള അന്നത്തെ ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം അതൊരു വഖഫ് അല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കുറെ സ്ഥലം മുറിച്ച് വിറ്റു, കുറെ സ്ഥലം കൈമാറി, കുറെ സ്ഥലം ലീസ് ചെയ്ത് കൊടുത്തു. സർ സെയ്ദ് കോളേജിനും 99 കൊല്ലം ലീസ് ചെയ്ത് കൊടുത്തു. കാരണം വിശ്വാസിയായ ഒരാൾ വഖഫാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു ഭൂമി ഒരിക്കലും വിൽക്കുകയോ ലീസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യൂല. അത് ഡെഡിക്കേറ്റഡ് ടു ഗോഡാണ്. അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ഒരു വിശ്വാസി ഒരിക്കലും ചെയ്യൂല. അപ്പോ ഇതിൽ കൃത്യമായി ലീസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി മുറിച്ചു വിറ്റിട്ടുണ്ട്, അവിടെ പല കൈമറിഞ്ഞ് അന്യമതസ്ഥന്റെ കയ്യിലേക്ക് ആ ഭൂമി പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതൊരു വഖഫായി ഒരിക്കലും മുസ്ലിം ജമാഅത്തോ അവിടുത്തെ മുസ്ലിം വിശ്വാസികളോ കണ്ടിരുന്നില്ല എന്ന് തന്നെയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു വിവാദം താൽക്കാലികമായി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുകയും അതിലൂടെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ഒരു ഭരണകാലഘട്ടത്തിൽ ഒരു കുൽസിത കുബുദ്ധിയുടെ മനസ്സിലുദിച്ച ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. പക്ഷെ കുപ്പിയിൽ നിന്ന് ഭൂതത്തെ അഴിച്ചുവിട്ടതുപോലെ അഴിച്ചുവിടുന്ന ആള് കരുതിയില്ല ഈ ഭൂതം എവിടെയൊക്കെ ചെന്ന് കയറും എന്ന്. ഉദ്ദേശം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സർ സെയ്ദ് കോളേജിന്റെ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. ആ ഒരു മാനേജ്മെന്റിനെ താൽക്കാലികമായി പ്രതിരോധത്തിൽ നിർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അന്ന് ആ വഖഫ് വിവാദം അവരെ അവിടെ തുറന്നുവിട്ടിട്ടുണ്ടാവുക. തുറന്നുവിട്ട ഭൂതം മുനിസിപ്പാലിറ്റിയിലും സമീപ പ്രദേശങ്ങളിലും എല്ലായിടത്തും കയറി ഇറങ്ങി. ഇപ്പോൾ അത് തളിപ്പറമ്പിൽ ഒരു വഖഫ് എന്ന ഭീതി വന്നു. അതിനൊരു കാരണമുണ്ട്. സമീപകാലത്ത് മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ കേരളത്തിൽ തർക്കങ്ങൾ നടന്നു എന്നുള്ളത്. അതിൽ തന്നെ കൃത്യമായ ഒരു തീർപ്പോ കാര്യങ്ങളോ നിയമപരമായി വ്യക്തമായൊരു ഉത്തരം ആരും നൽകാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം ഭീതിയിൽ ആഴുന്നത്. ആ സംഭവ വികാസങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്ന വാർത്തകളിലൂടെ വായിച്ച ജനങ്ങൾക്ക് ഇതിൽ ഒരു ഭയം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഭയം ദൂരീകരിക്കേണ്ടത് സ്ഥലത്തെ സാമൂഹ്യ പ്രവർത്തകരുടെയും വഖഫ് ബോർഡിന്റെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും സർ സെയ്ദ് കോളേജിന്റെ മാനേജ്മെന്റിൽ ഭൂരിപക്ഷം കൈയാളുന്ന മുസ്ലിം ലീഗിന്റെയും ഉത്തരവാദിത്വമാണ്. അത് അവര് കൃത്യമായി
സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നിർവഹിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ മറ്റൊരു അപകടകരമായ കാര്യം എനിക്ക് പറയാനുണ്ട് ഈ വിഷയത്തിൽ. ഈ വിവാദം ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തർക്കമായി അവതരിപ്പിക്കാൻ ഒരിക്കലും ഒരു അവസരം ആരും കൊടുക്കരുത്. കാരണം ഭൂമി സംബന്ധമായ തർക്കങ്ങൾ കേരളത്തിലെ എല്ലാ സമുദായങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കങ്ങൾ, അതുപോലെ പല സ്ഥലങ്ങളിലും കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അടുത്ത കാലത്ത് മാടായിപ്പാറയിലും തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ ഭൂമി കയ്യേറ്റ പ്രകാരം അവിടെ പല അന്വേഷണങ്ങളും സമരങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ നിയമപരമായ ഉടമസ്ഥാവകാശങ്ങൾ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണമെന്നും അവിടെ ജയിക്കേണ്ടത് വ്യക്തി താല്പര്യങ്ങളോ ഒരു സാമൂഹിക രാഷ്ട്രീയ പാർട്ടിയുടെയോ താല്പര്യങ്ങളല്ല, ജയിക്കേണ്ടത് എപ്പോഴും നിയമവും സത്യവുമാണ്. അതിനാൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യത്തിൽ രേഖകൾ പരിശോധിക്കണം കൃത്യമായി, കോടതികൾ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്തണം. കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം ഒരു ഭൂമി തർക്കത്തിന്റെ പേരിൽ തകരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഉത്തരവാദിത്വത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കണം. വികാരമല്ല, വിവേകമാണ് വേണ്ടത്. അപ്പോൾ നമസ്കാരം.